നമസ്കാരം. ഹിമാലയം. ഹിമാലയം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഹിമം എന്നത് മഞ്ഞ്, ആലയം എന്നത് നിവാസം. അർത്ഥം മഞ്ഞിന്റെ നിവാസം. ഹിമാലയം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മഞ്ഞിന്റെ നിവാസം. ഹിമാലയം ഏതു തരത്തിലുള്ള പർവ്വതനിരയാണ്? മടക്ക് പർവ്വതനിര, ഫോൾഡ് മൗണ്ടെയ്ൻസ്. ഹിമാലയം ഏതു തരത്തിലുള്ള പർവ്വതനിരയാണ്? മടക്ക് പർവ്വതനിര, ഫോൾഡ് മൗണ്ടെയ്ൻസ്. ഹിമാലയം എത്ര വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ടതാണ്? ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുൻപ്. ഹിമാലയം എത്ര വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ടതാണ്? ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുൻപ്, 40 മില്യൺ. ഹിമാലയം രൂപപ്പെട്ടത് ഏത് തട്ടുകളുടെ കൂട്ടിയിടിയാൽ? ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂട്ടിയിടിച്ചതിനാൽ. ഹിമാലയം രൂപപ്പെട്ടത് ഏത് തട്ടുകളുടെ കൂട്ടിയിടിയാൽ? ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂട്ടിയിടിച്ചതിനാൽ. ഹിമാലയം എത്ര പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു? 3 ഭാഗങ്ങളായി. ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ, ഹിമാചൽ, ലെസർ ഹിമാലയ, ശിവാലിക്. ഹിമാലയം എത്ര പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു? 3 ഭാഗങ്ങളായി. ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ, ഹിമാചൽ, ലെസർ ഹിമാലയ, ശിവാലിക്. ഏറ്റവും തെക്കൻ ഭാഗം ഏതാണ്? ശിവാലിക് പർവ്വതനിര, ശിവാലിക് റേഞ്ച്. ഏറ്റവും തെക്കൻ ഭാഗം ഏതാണ്? ശിവാലിക് പർവ്വതനിര. ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണ്? ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ. ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണ്? ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ഏവ? കാശ്മീർ താഴ്വര, കുളു താഴ്വര, കാംഗ്ര താഴ്വര. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ഏവ? കാശ്മീർ താഴ്വര, കുളു താഴ്വര, കാംഗ്ര താഴ്വര. ഹിമാദ്രി ഹിമാലയത്തിലെ പ്രധാന ശിഖരങ്ങൾ ഏതൊക്കെ? എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, കമെറ്റ്, നംഗ പർവ്വത്. ഹിമാദ്രി ഹിമാലയത്തിലെ പ്രധാന ശിഖരങ്ങൾ ഏതൊക്കെ? എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, കമെറ്റ്, നംഗ പർവ്വത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പർവ്വത ശിഖരം ഏതാണ്? കാഞ്ചൻജംഗ, 8586 മീറ്റർ, ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പർവ്വത ശിഖരം ഏതാണ്? കാഞ്ചൻജംഗ, 8586 മീറ്റർ, ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വത ശിഖരം ഏതാണ്? മൗണ്ട് എവറസ്റ്റ്, 8848.86 മീറ്റർ, നേപ്പാൾ ചൈന അതിർത്തിയിൽ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വത ശിഖരം ഏതാണ്? മൗണ്ട് എവറസ്റ്റ്, നേപ്പാൾ ചൈന അതിർത്തിയിൽ, 8848.86 മീറ്റർ. നേപ്പാളിൽ ഇത് സാഗർ മാത എന്നറിയപ്പെടുന്നു. നേപ്പാളിൽ ഇത് സാഗർ മാത എന്നറിയപ്പെടുന്നു. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ, 8611 മീറ്റർ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ, 8611 മീറ്റർ. ഗോഡ്വിൻ ഓസ്റ്റിൻ ഇന്ത്യയിലും പാക് അധിനിവേശ കാശ്മീരിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ഗോഡ്വിൻ ഓസ്റ്റിൻ ഇന്ത്യയിലും പാക് അധിനിവേശ കാശ്മീരിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കാഞ്ചൻജംഗ, 8586 മീറ്റർ, സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കാഞ്ചൻജംഗ, 8586 മീറ്റർ, സിക്കിം. ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏവ? 11 സംസ്ഥാനങ്ങളിൽ. ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏവ? 11 സംസ്ഥാനങ്ങളിൽ. 1 ജമ്മു കാശ്മീർ കേന്ദ്രഭരണം, 2 ലഡാക്ക് കേന്ദ്രഭരണം, 3 ഹിമാചൽ പ്രദേശ്, 4 ഉത്തരാഖണ്ഡ്, 5 സിക്കിം, 6 അരുണാചൽ പ്രദേശ്, 7 നാഗാലാൻഡ്, 8 മണിപ്പൂർ, 9 മിസോറാം, 10 ത്രിപുര, 11 പശ്ചിമ ബംഗാൾ. ഉത്തരഭാഗം ദാർജിലിംഗ് മേഖല. ഹിമാലയ പർവ്വതനിരകളുടെ ദൈർഘ്യം 2400 മീറ്റർ. ഹിമാലയ പർവ്വതനിരകളുടെ ദൈർഘ്യം 2400 മീറ്റർ. വീതി കാശ്മീർ ഭാഗത്ത് 400 മീറ്റർ, അരുണാചൽ ഭാഗത്ത് എത്തുമ്പോഴേക്കും 150 മീറ്റർ വരെ. വീതി കാശ്മീർ ഭാഗത്ത് 400 മീറ്റർ, അരുണാചൽ ഭാഗത്ത് എത്തുമ്പോഴേക്കും 150 മീറ്റർ വരെ. ഹിമാലയം ഏതു തരം ശിലകളാൽ നിർമ്മിതമാണ്? അവസാദശില. ഹിമാലയം ഏതു തരം ശിലകളാൽ നിർമ്മിതമാണ്? അവസാദശില. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതം ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതം ഹിമാലയം. ടെറായ് പുൽമേടുകൾ കാണപ്പെടുന്നത് ഹിമാലയത്തിൽ. ടെറായ് പുൽമേടുകൾ കാണപ്പെടുന്നത് ഹിമാലയത്തിൽ. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 6000 മീറ്റർ. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 6000 മീറ്റർ. ഹിമാലയം ഏതു നദികളുടെ ഉത്ഭവസ്ഥാനമാണ്? ഗംഗ, യമുന, സിന്ധു, ബ്രഹ്മപുത്ര, സത്ലജ് തുടങ്ങിയവ. ഹിമാലയം ഏതു നദികളുടെ ഉത്ഭവസ്ഥാനമാണ്? ഗംഗ, യമുന, സിന്ധു, ബ്രഹ്മപുത്ര, സത്ലജ് തുടങ്ങിയവ. ഹിമാലയം ഇന്ത്യക്ക് എന്ത് പ്രാധാന്യം വഹിക്കുന്നു? സ്വാഭാവിക പ്രതിരോധം നൽകുന്നു, കാലാവസ്ഥ നിയന്ത്രിക്കുന്നു, നദികളുടെ ഉത്ഭവസ്ഥലം, ടൂറിസം, കൃഷി, വനസമ്പത്ത് എന്നിവയ്ക്ക് സഹായം. ഹിമാലയം ഇന്ത്യക്ക് എന്ത് പ്രാധാന്യം വഹിക്കുന്നു? സ്വാഭാവിക പ്രതിരോധം നൽകുന്നു, കാലാവസ്ഥ നിയന്ത്രിക്കുന്നു, നദികളുടെ ഉത്ഭവസ്ഥലം,
ടൂറിസം, കൃഷി, വനസമ്പത്ത് എന്നിവക്ക് സഹായം. പ്രധാന പർവ്വതപാതകൾ അല്ലെങ്കിൽ ചുരങ്ങൾ ഏതൊക്കെ? നാഥുല പാസ് സിക്കിം, ഇന്ത്യ ചൈന വ്യാപാര പാത. റോത്താങ് പാസ് ഹിമാചൽ പ്രദേശ്, ബാരാലാച്ച പാസ് ലഡാക്ക്. പ്രധാന പർവ്വതപാതകൾ അല്ലെങ്കിൽ ചുരങ്ങൾ ഏതൊക്കെ? നാഥുല പാസ് സിക്കിം, ഇന്ത്യ ചൈന വ്യാപാര പാത. റോത്താങ് പാസ് ഹിമാചൽ പ്രദേശ്, ബാരാലാച്ച പാസ് ലഡാക്ക്. പ്രധാന താഴ്വര ഏവ? കാശ്മീർ താഴ്വര, കുളു താഴ്വര, കാംഗ്ര താഴ്വര. പ്രധാന താഴ്വര ഏവ? കാശ്മീർ താഴ്വര, കുളു താഴ്വര, കാംഗ്ര താഴ്വര. ഹിമാലയത്തിലെ ഏറ്റവും വടക്കൻ അറ്റം ഏതാണ്? ഇന്ദിരാക്കോൾ. ഹിമാലയത്തിലെ ഏറ്റവും വടക്കൻ അറ്റം ഏതാണ്? ഇന്ദിരാക്കോൾ, ലഡാക്ക്. സിന്ധു സത്ലജ് നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം പഞ്ചാബ് ഹിമാലയം. സിന്ധു സത്ലജ് നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം പഞ്ചാബ് ഹിമാലയം. സത്ലജ് കാളി നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം കുമയോൺ ഹിമാലയം. സത്ലജ് കാളി നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം കുമയോൺ ഹിമാലയം. കാളി ടീസ്റ്റ നദികൾക്കിടയിലെ ഭാഗം നേപ്പാൾ ഹിമാലയം. കാളി ടീസ്റ്റ നദികൾക്കിടയിലെ ഭാഗം നേപ്പാൾ ഹിമാലയം. ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയിലെ ഭാഗം ആസാം ഹിമാലയം അല്ലെങ്കിൽ അരുണാചൽ ഹിമാലയം. ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയിലെ ഭാഗം ആസാം ഹിമാലയം അല്ലെങ്കിൽ അരുണാചൽ ഹിമാലയം. ഹിമാലയം ഏത് ജിയോളജിക്കൽ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു? മടക്കവും തട്ടുകളുടെ കൂട്ടിയിടിയും, പ്ലേറ്റ് ടെക്ടോണിക് മൂവ്മെന്റ്. ഹിമാലയം ഏത് ജിയോളജിക്കൽ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു? മടക്കവും തട്ടുകളുടെ കൂട്ടിയിടിയും, പ്ലേറ്റ് ടെക്ടോണിക് മൂവ്മെന്റ്. ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ. ഹിമാദ്രി എന്നത് എന്താണ്? ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കൻ ഭാഗവും ഏറ്റവും ഉയർന്ന ഭാഗവുമാണ് ഹിമാദ്രി. ഹിമാദ്രി എന്നത് എന്താണ്? ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കൻ ഭാഗവും ഏറ്റവും ഉയർന്ന ഭാഗവുമാണ് ഹിമാദ്രി. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്ര? ഏകദേശം 6000 മീറ്റർ മുതൽ അതിലധികം. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്ര? ഏകദേശം 6000 മീറ്റർ മുതൽ അതിലധികം. ഹിമാദ്രി മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രേറ്റർ ഹിമാലയ എന്നും ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഹിമാദ്രി മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രേറ്റർ ഹിമാലയ എന്നും ഇന്നർ ഹിമാലയ എന്നും അറിയപ്പെടുന്നു. ഹിമാദ്രിയിലെ പ്രധാന പർവ്വത ശിഖരങ്ങൾ ഏവ? മൗണ്ട് എവറസ്റ്റ് 8848.86 മീറ്റർ, ലോകത്തിലെ ഉയർന്നത്. കാഞ്ചൻജംഗ 8586 മീറ്റർ, ഇന്ത്യയിലെ ഉയർന്നത്. നന്ദാദേവി 7870 മീറ്റർ. കമറ്റ് 7756 മീറ്റർ. നംഗ പർബത് 8126 മീറ്റർ. സാസർ കാംഗ്രി 7672 മീറ്റർ. ഹിമാദ്രിയിലെ പ്രധാന പർവ്വത ശിഖരങ്ങൾ ഏവ? മൗണ്ട് എവറസ്റ്റ് 8848.86 മീറ്റർ, ലോകത്തിലെ ഉയർന്നത്. കാഞ്ചൻജംഗ 8586 മീറ്റർ, ഇന്ത്യയിൽ ഉയർന്നത്. നന്ദാദേവി 7817 മീറ്റർ. കമറ്റ് 7756 മീറ്റർ. നംഗ പർബത് 8126 മീറ്റർ. സാസർ കാംഗ്രി 7672 മീറ്റർ. ഹിമാദ്രിയിലെ പർവ്വതങ്ങൾ ഏത് തരത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ്? മുറിഞ്ഞ കഠിന പാറകളാൽ, ക്രിസ്റ്റലൈൻ റോക്സ്, ഗ്രാനൈറ്റ്, നീസ് നിർമ്മിതമാണ്. ഹിമാദ്രിയിലെ പർവ്വതങ്ങൾ ഏത് തരത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ്? മുറിഞ്ഞ കഠിന പാറകളാൽ നിർമ്മിതമാണ്. ഹിമാദ്രി എപ്പോഴാണ് രൂപം കൊണ്ടത്? ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിൽ ഇടിച്ചു കയറിയപ്പോൾ. ഹിമാദ്രി എപ്പോഴാണ് രൂപം കൊണ്ടത്? ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിൽ ഇടിച്ചു കയറിയപ്പോൾ. ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെ? ഗംഗ, യമുന, ബ്രഹ്മപുത്ര, സിന്ധു തുടങ്ങിയ പ്രധാന നദികൾ. ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെ? ഗംഗ, യമുന, ബ്രഹ്മപുത്ര, സിന്ധു തുടങ്ങിയ പ്രധാന നദികൾ. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്ത് ഏത് ഭാഗമാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ ഹിമാലയം, ലെസ്സർ ഹിമാലയ. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്ത് ഏത് ഭാഗമാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ ഹിമാലയം, ലെസ്സർ ഹിമാലയ. ഹിമാദ്രി ഏത് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഹിമാദ്രി ഏത് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഹിമാദ്രിയിൽ കാണപ്പെടുന്ന പ്രധാന ഹിമനദികൾ ഏവ? ഗംഗോത്രി, യമുനോത്രി, സിയാച്ചിൻ, ഗ്ലേഷ്യർ, ഗോദാവരി തുടങ്ങിയ ഹിമനദികൾ. സിയാച്ചിൻ ഹിമനദി ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി. ഹിമാദ്രിയിൽ കാണപ്പെടുന്ന പ്രധാന ഹിമനദികൾ ഏവ? ഗംഗോത്രി, യമുനോത്രി, സിയാച്ചിൻ, ഗ്ലേഷ്യർ, ഗോദാവരി തുടങ്ങിയ ഹിമനദികൾ. സിയാച്ചിൻ ഹിമനദി ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി. ഹിമാദ്രിയുടെ പ്രാധാന്യം എന്താണ്?
ഇന്ത്യയുടെ പ്രധാന നദികളുടെ ഉറവിടം, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, ജലസ്രോതസ്, സ്വാഭാവിക പ്രതിരോധം, വിനോദസഞ്ചാര സാധ്യതകൾ, കാലാവസ്ഥാ നിയന്ത്രണം. ഹിമാദ്രിയുടെ പ്രാധാന്യം എന്താണ്? ഇന്ത്യയുടെ പ്രധാന നദികളുടെ ഉറവിടം, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, ജലസ്രോതസ്, സ്വാഭാവിക പ്രതിരോധം, വിനോദസഞ്ചാര സാധ്യതകൾ, കാലാവസ്ഥാ നിയന്ത്രണം. ഹിമാദ്രി പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന പാസുകൾ ഏവ? കാരക്കോറം പാസ്, ബാരാലാച്ച പാസ്, ഷിപ്കില പാസ്. ഹിമാദ്രി പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന പാസുകൾ ഏവ? കാരക്കോറം പാസ്, ബാരാലാച്ച പാസ്, ഷിപ്കില പാസ്. ഹിമാദ്രിയിലെ മുകളിലെ പ്രദേശങ്ങൾ എന്തുകൊണ്ട് വാസയോഗ്യമല്ല? അത്യന്തം തണുപ്പ്, മഞ്ഞുമൂടിയ നില, ഓക്സിജൻ കുറവ് എന്നിവ കാരണം. ഹിമാദ്രിയിലെ മുകളിലെ പ്രദേശങ്ങൾ എന്തുകൊണ്ട് വാസയോഗ്യമല്ല? അത്യന്തം തണുപ്പ്, മഞ്ഞുമൂടിയ നില, ഓക്സിജൻ കുറവ് എന്നിവ കാരണം. ഹിമാചൽ ഹിമാലയം, ലെസ്സർ ഹിമാലയ. ഹിമാചൽ ഹിമാലയം ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ ഹിമാലയം മധ്യ ഹിമാലയ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ ഹിമാലയം ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ ഹിമാലയം മധ്യ ഹിമാലയ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ ഹിമാലയത്തിന്റെ ഉയരം എത്രയാണ്? ഏകദേശം 1200 മീറ്റർ മുതൽ 4500 മീറ്റർ വരെ. ശരാശരി 3000 മീറ്റർ. ഹിമാചൽ ഹിമാലയത്തിന്റെ ഉയരം എത്രയാണ്? ഏകദേശം 1200 മീറ്റർ മുതൽ 4500 മീറ്റർ വരെ. ഹിമാചൽ ഹിമാലയം ഏത് രണ്ട് ശ്രേണികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാദ്രിയും ശിവാലിക്കും ഇടയിൽ. ഹിമാചൽ ഹിമാലയം ഏത് രണ്ട് ശ്രേണികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാദ്രിയും ശിവാലിക്കും ഇടയിൽ. ഹിമാചൽ ഹിമാലയം മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലെസ്സർ ഹിമാലയം. ഹിമാചൽ ഹിമാലയം മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലെസ്സർ ഹിമാലയം. ഹിമാചൽ ഹിമാലയത്തിന്റെ പ്രധാന പർവ്വതങ്ങൾ ഏവ? ദാളാദർ ശ്രേണി, പീർ പാഞ്ചാൽ ശ്രേണി, മഹാഭാരത ശ്രേണി മുതലായവ. ഹിമാചൽ ഹിമാലയത്തിന്റെ പ്രധാന പർവ്വതങ്ങൾ ഏവ? ദാളാദർ ശ്രേണി, പീർ പഞ്ചാൽ ശ്രേണി, മഹാഭാരത ശ്രേണി മുതലായവ. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിര പീർ പാഞ്ചൽ. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിര പീർ പാഞ്ചാൽ. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ഏതൊക്കെ? കാശ്മീർ താഴ്വര, കുളു താഴ്വര, കാംഗ്ര താഴ്വര, കാഠ്മണ്ഡു താഴ്വര. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ഏതൊക്കെ? കാശ്മീർ താഴ്വര, കുളു താഴ്വര, കാംഗ്ര താഴ്വര, കാഠ്മണ്ഡു താഴ്വര. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വത ശിഖരങ്ങൾ നയനാദേവി, ദാളാദർ, പീർ പഞ്ചാൽ തുടങ്ങിയവ. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വത ശിഖരങ്ങൾ നയനാദേവി, ദാളാദർ, പീർ പഞ്ചാൽ തുടങ്ങിയവ. ഹിമാചൽ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികളേവ? രവി, ബിയാസ്, സത്ലജ്, ചെനാബ്, ജലം. ഹിമാചൽ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാന നദികളേവ? രവി, ബിയാസ്, സത്ലജ്, ചെനാബ്, ജലം. ഹിമാചൽ ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, നേപ്പാൾ. ഹിമാചൽ ഹിമാലയം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, നേപ്പാൾ. ഹിമാചൽ ഹിമാലയത്തിന്റെ പ്രാധാന്യം എന്താണ്? ഈ മേഖല കാർഷികം, വൈദ്യുതി, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് ഏറെ പ്രസക്തമാണ്. ഹിമാചൽ ഹിമാലയത്തിന്റെ പ്രാധാന്യം എന്താണ്? ഈ മേഖല കാർഷികം, ജലവൈദ്യുതി, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് ഏറെ പ്രസക്തമാണ്. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പാസുകൾ ഏതൊക്കെ? റോത്താങ് പാസ്, ബാരാലാച്ച പാസ്, ഷിപ്കില പാസ്. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പാസുകൾ ഏതൊക്കെ? റോത്താങ് പാസ്, ബാരാലാച്ച പാസ്, ഷിപ്കില പാസ്. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളേവ? മനാലി, ഷിംല, കുളു, ധരംശാല. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളേവ? മനാലി, ഷിംല, കുളു, ധരംശാല. ശിവാലിക് ഹിമാലയം, ശിവാലിക് റേഞ്ച്. ശിവാലിക് ഹിമാലയം എന്താണ്? ഹിമാലയത്തിലെ ഏറ്റവും തെക്കൻ ഭാഗമാണ് ശിവാലിക് പർവ്വതനിര. ശിവാലിക് ഹിമാലയം എന്താണ്? ഹിമാലയത്തിലെ ഏറ്റവും തെക്കൻ ഭാഗമാണ് ശിവാലിക് പർവ്വതനിര. ശിവാലിക് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ശിവന്റെ വാസസ്ഥലം എന്നർത്ഥം. ശിവാലിക് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ശിവന്റെ വാസസ്ഥലം എന്നർത്ഥം. ശിവാലിക് ഹിമാലയത്തിന്റെ സ്ഥാനം ഏത് ഭാഗത്താണ്? ഹിമാചൽ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത്, ഹിമാലയത്തിന്റെ അതിർത്തി ഭാഗം. ശിവാലിക് ഹിമാലയത്തിന്റെ സ്ഥാനം ഏത് ഭാഗത്താണ്? ഹിമാചൽ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത്, ഹിമാലയത്തിന്റെ അതിർത്തി ഭാഗം. ശിവാലിക് പർവ്വതനിരയുടെ ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്റർ മുതൽ 1200 മീറ്റർ വരെ. ശിവാലിക് പർവ്വതനിരയുടെ ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്റർ മുതൽ 1200 മീറ്റർ വരെ. ശിവാലിക് ഹിമാലയം രൂപപ്പെട്ടത് എന്തിനാലാണ്? ഹിമാലയ പർവ്വതനിര രൂപപ്പെടുമ്പോൾ ഒഴുകിയ നദികൾ കൊണ്ടുവന്ന മണൽ, മണ്ണ്, കല്ല് എന്നിവ ചേർന്ന് രൂപം കൊണ്ടതാണ്. അലൂവിയൽ ഡെപ്പോസിറ്റ്സ്.
ശിവാലിക് ഹിമാലയം രൂപപ്പെട്ടത് എന്തിനാലാണ്? ഹിമാലയ പർവ്വതനിര രൂപപ്പെടുമ്പോൾ ഒഴുകിയ നദികൾ കൊണ്ടുവന്ന മണൽ, മണ്ണ്, കല്ല് എന്നിവ ചേർന്ന് രൂപം കൊണ്ടതാണ്. അലൂവിയൽ ഡെപ്പോസിറ്റ്സ്. ശിവാലിക് ഹിമാലയം മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഔട്ടർ ഹിമാലയാസ് അല്ലെങ്കിൽ സബ് ഹിമാലയാസ്. ശിവാലിക് ഹിമാലയം മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഔട്ടർ ഹിമാലയാസ് അല്ലെങ്കിൽ സബ് ഹിമാലയാസ്. ശിവാലിക് ഹിമാലയത്തിന്റെ പ്രധാന സവിശേഷത എന്താണ്? മലയിടുക്കുകൾക്കും ഡ്യൂൺസ് താഴ്വരകൾക്കും പ്രശസ്തമാണ്. ഡ്യൂൺ ഉദാഹരണം ഡ്യൂൺ താഴ്വര, കോത്താരി താഴ്വര. ശിവാലിക് ഹിമാലയത്തിന്റെ പ്രധാന സവിശേഷത എന്താണ്? മലയിടുക്കുകൾക്കും ഡ്യൂൺസ് താഴ്വരകൾക്കും പ്രശസ്തമാണ്. ഉദാഹരണം ഡ്യൂൺ താഴ്വര, കോത്താരി താഴ്വര. ശിവാലിക് ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ഏതൊക്കെ? ഡ്യൂൺ താഴ്വര, ഡെറാഡൂൺ താഴ്വര, കോത്താരി താഴ്വര. ശിവാലിക് ഹിമാലയത്തിലെ പ്രധാന താഴ്വരകൾ ഏതൊക്കെ? ഡൂൺ താഴ്വര, ഡെറാഡൂൺ താഴ്വര, കോത്താരി താഴ്വര. ശിവാലിക് ഹിമാലയം ഏത് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ആസം എന്നിവയുടെ അതിർത്തികൾക്കരികിൽ. ശിവാലിക് ഹിമാലയം ഏത് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ആസം എന്നിവയുടെ അതിർത്തികൾക്കരികിൽ. ശിവാലിക് ഹിമാലയത്തിന്റെ പാറകളുടെ സ്വഭാവം എന്താണ്? മൃദുവായ സെഡിമെന്ററി പാറകൾ, സോഫ്റ്റ് സെഡിമെന്ററി റോക്സ്. ശിവാലിക് ഹിമാലയത്തിലെ പാറകളുടെ സ്വഭാവം എന്താണ്? മൃദുവായ സെഡിമെന്ററി പാറകൾ, സോഫ്റ്റ് സെഡിമെന്ററി റോക്സ്. ശിവാലിക് ഹിമാലയം ഭൂകമ്പ സാധ്യതകൾ ഏറെയാണ്, കാരണം പാറകൾ മൃദുവായതിനാൽ സ്ഥലചലനങ്ങൾ കൂടുതലാണ്. ശിവാലിക് ഹിമാലയം കാർഷികമായി എങ്ങനെയാണ്? ചില താഴ്വരകൾ, ഉദാഹരണം ഡെറാഡൂൺ ഫലവത്തായ നിലമാണ്, കാർഷിക വൃത്തി സാധ്യമാണ്. ശിവാലിക് ഹിമാലയം കാർഷികമായി എങ്ങനെയാണ്? ചില താഴ്വരകൾ, ഉദാഹരണം ഡെറാഡൂൺ ഫലവത്തായ നിലമാണ്, കാർഷിക വൃത്തി സാധ്യമാണ്. ശിവാലിക് പർവ്വതത്തിന്റെ ചില ഭാഗങ്ങൾ ഉരുളൻ കല്ലുകൾ നിറഞ്ഞതാണ്. ഇതിനെ ബാബർ എന്ന് പറയുന്നു. ശിവാലിക് പർവ്വതത്തിന്റെ ചില ഭാഗങ്ങൾ ഉരുളൻ കല്ലുകൾ നിറഞ്ഞതാണ്. ഇതിനെ ബാബർ എന്ന് പറയുന്നു. താങ്ക് യു.